morning, നമസ്കാരം. വേൾഡ് ലിവർ ഡേ April 19. സോ ലിവറിന് ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? നമുക്ക് ഈ ലിവറിനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. ലിവർ പോയാൽ പിന്നെ തിരിച്ച് കിട്ടത്തില്ല, അത് വളർന്നാലും തിരിച്ച് പ്രവർത്തിക്കത്തില്ല. സോ ആ ലിവർ മാറ്റി വെക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാ പേപ്പേഴ്സും മറ്റും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വേൾഡ് ലിവറിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഫുഡ്, മെയിൻ ഡയറ്റ് മോഡിഫിക്കേഷൻ നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ആക്ടിവിറ്റീസ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എത്രയാണോ, നമുക്ക് കാലറി റിക്വയർമെന്റ്സ് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കും. അമിതമായിട്ട് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ആൻഡ് ഡ്രിങ്ക് റെസ്പോൺസിബിളി. കഴിക്കുന്ന മദ്യം കഴിക്കാതിരുന്ന ബെസ്റ്റാണ്, പക്ഷെ ഒരുപക്ഷെ കഴിക്കുന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കും. അമിതമായിട്ട് കഴിക്കാൻ നോക്കുക, ലെവലായിട്ട് ഇരിക്കാൻ നോക്കുക, കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് ബാക്കി അൺവാണ്ടഡ് മെഡിക്കേഷൻസ്, ആവശ്യമില്ലാത്ത മരുന്നുകൾ, ഹെൽത്ത് സപ്ലിമെന്റ്സ്. ഇപ്പോൾ അതൊരു വലിയൊരു ഇതായിട്ടുണ്ട്. ഹെൽത്ത് സപ്ലിമെന്റ്സ് എടുക്കുന്നതും ആവശ്യമില്ലാതെ കുറേ മരുന്നുകൾ അവർ തന്നെ മേടിച്ച് കഴിക്കുന്നതും. അത് ഏത് മരുന്നാലും ശരി, ഇംഗ്ലീഷ് ആയിരുന്നാലും ശരി, ഹോമിയോ ആയുർവേദം എന്തായിരുന്നാലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം മരുന്നുകൾ എടുക്കുക. പിന്നെ ഡയബറ്റീസിന് സ്പെസിഫിക്കായി നമ്മൾ ട്രീറ്റ് ചെയ്തേ പറ്റും. ഡയബറ്റീസ് ആണ് ഇപ്പോൾ ഏറ്റവും വലിയ കാരണം ഈ ലിവർ സിറോസിസ് ആവാൻ. സോ അതിനെ എല്ലാവരും ലൈറ്റായിട്ട് എടുക്കുന്നു. യു ഷുഡ് ട്രീറ്റ് ഡയബറ്റീസ് എഫക്റ്റീവ്ലി. ഒരു ഫിസിഷ്യനെ കണ്ട് ഡയബറ്റീസിനെ എഫക്റ്റീവായിട്ട് കറക്റ്റായിട്ട് മരുന്ന് കഴിച്ച് അതിനെ കൺട്രോൾ ചെയ്ത് വെച്ചേ പറ്റും. അത് ഒരു വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ് ഈ ഫാറ്റി ലിവറും സിറോസിസ് ആവാൻ. സോ ദിസ് ഇസ് ഫ്രം മൈ സൈഡ്. And I'm Dr. Manoj from St. Joseph Mission Hospital, visiting on every Fridays. Thank you.